IMDbയുടെ റാങ്കിങ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് ഉള്ള സിനിമ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. 2011 റിലീസായ ആദം ചാപ്ലിൻ. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ അടുത്തായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു സിനിമയാണിത്. പിന്നെ ഈ ഒരു വീഡിയോക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ കുറിച്ച് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്ന വീഡിയോ ഇതാണ്. ഞാൻ ഒരുപാട് പരതി, പക്ഷേ ഈ ഒരു സിനിമയെ കുറിച്ച് നമ്മുടെ മലയാളത്തിൽ വേറൊരാൾ പോലും വീഡിയോ ഇട്ടിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, മോസ്റ്റ് വയലന്റ് മൂവി എന്നറിയപ്പെടുന്ന സിനിമയാണിത്. ഇത്രയും വർഷത്തിനിടക്ക് ആരും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് ഷോക്കിംഗ് ആണ്. ഏതായാലും ഈ വീഡിയോയിലൂടെ ആ സിനിമയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അതിനിടയ്ക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഞാൻ മുമ്പ് ചെയ്ത ചില അനാലിസിസ് വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ വീഡിയോക്ക് ഒരു പൂർണ്ണത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ കുറേ തപ്പി, എന്നിട്ട് കൂടി ഇതിന്റെ ഒരു സബ് ടൈറ്റിലുള്ള ഒരു ഫയല് എനിക്ക് കിട്ടിയില്ല. പ്രൈം വീഡിയോയിൽ ഈ ഒരു പടം കാണുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ സിനിമ അവൈലബിൾ അല്ല. എന്തൊരു കഷ്ടാന്ന് വിചാരിച്ചിട്ട് കുണ്ടിതപ്പെട്ടിരിക്കുമ്പോഴാണ് ആരുമില്ലാത്തവർക്ക് ടെലഗ്രാം തുണയുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ കാത്തിരുന്ന സിനിമ ഞാൻ കാണാൻ തുടങ്ങി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, സിനിമയ്ക്ക് സബ് ടൈറ്റിൽ ഇല്ല. എന്തോന്നടേ ഇത്, സബ് ടൈറ്റിൽ ഇല്ലാണ്ട് ഞാൻ ഹിന്ദി പടം കൂടി കാണില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും ആയിട്ട് മനസ്സിലാക്കാന്ന് വിചാരിക്കുക. ഇത് അതുമല്ല. Per tutto il giorno, sotto la pioggia, a pensare a quello che avevo fatto. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 50 frustate del caporale per farmi capire che le regole vanno rispettate sempre, anche di più stupidi e ഇപ്പള് കണ്ടല്ലേ പാസിയ കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ ഇതെന്ത് ഭാഷ കച്ചറ. ഗൂഗിൾ നോക്കിയപ്പം ഇത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കുറേ കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വന്ന ഈ ഒരു കമന്റ് നിങ്ങൾ വായിച്ചു നോക്ക്. എന്റെ പൊന്നു ബ്രോ, ഞാനും എന്റെ കസിനും കൂടി ആദം ചാപ്ലിൻ കണ്ടതാണ്. എന്റെ പൊന്നോ, കാണാൻ വയ്യ. എന്റെ കസിന് അവൾക്ക് പിന്നെ രാത്രി എന്തൊക്കെയോ ആയി, രാത്രി ഉറങ്ങിയില്ല, പിച്ചും പേയും ഒക്കെ പറയുന്നു. ആകപ്പാടെ പനി പിടിച്ചു. രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നും അവൾ ഒന്നായിട്ട് അലറി വിളിക്കുകയൊക്കെ ചെയ്തു. എനിക്കിപ്പോഴും മൂവിയുടെ ട്രോമ മാറിയിട്ടില്ല. കണ്ടിട്ട് ഏകദേശം 2 ഇയറൊക്കെ ആയി. ഈ വീഡിയോയിൽ അതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്കത് ഓർമ്മ വന്നു. ഞാൻ അങ്ങ് വിയർത്തു. ദയവ് ചെയ്ത് ആദം ചാപ്ലിൻ എന്ന പടം ഒരു ഗ്രൂപ്പിന്റെ കൂടെ കാണുക, അല്ലെങ്കിൽ അത്ര മനക്കെട്ടിയൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കാണുക. ഇത്രയും പറയാൻ കാരണം എനിക്കത് ആലോചിച്ചിട്ട് പേടിയാവുന്നതുകൊണ്ടാണ്. സോ വാച്ച് ഇറ്റ് യുവർ ഓൺ റിസ്ക്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണല്ല. പക്ഷേ ബ്രോഡ് ആ ഒരു ഇൻസിഡന്റ് വളരെ കിടിലനായിട്ട് തന്നെ ബ്രോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഒറ്റ കമന്റ് എന്റെ ക്യൂരിയോസിറ്റി കൂട്ടിയെന്ന് വേണ്ടിക്ക് പറയാം. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു പടം മൊത്തത്തിൽ അങ്ങ് കണ്ടു തീർത്ത്. രാത്രി ഒരു 9 മണിക്ക് ശേഷം എന്റെ PC-യിൽ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ ആ ഒരു പടം കണ്ടു. ഇത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല, കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. വന്നുള്ള വയലൻസ് പടങ്ങളെല്ലാം കണ്ട് ഞാനൊരു സൈക്കോ ആയാടെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അതേപോലെ ആവണമെന്നില്ല. ഒരു ശരാശരി മനുഷ്യന് കണ്ടു നിൽക്കാൻ പറ്റാത്ത നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള വയലന്റ് രംഗങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ബി സീരിയസ് ഗൈസ്. ഇതൊരു തമാശയും കളിയല്ല. 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ പോലും ഈ ഒരു പടം കാണാൻ പാടില്ല. എവരി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഇതേ സെയിം പടം എന്റെ ചില ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തപ്പം അവർക്കൊക്കെ ഒരുമാതിരി ആയിപ്പോയി. മോസ്റ്റ് വയലന്റ് മൂവീസിന്റെ ലിസ്റ്റ് എടുക്കുമ്പം അതിൽ 4th റാങ്കിൽ കിടക്കുന്ന പടമാണ് ഗ്രോട്ടസ്കു. ഞാൻ കണ്ടിട്ട് 2-3 ദിവസത്തേക്ക് ഒരുമാതിരി ട്രോമയുടെ വക്കിലെത്തിയ ഒരു പടമാണ് ഗ്രോട്ടസ്കു. ഇനി ചത്താലും ഞാൻ ഒന്നുകൂടി ആ ഒരു പടം കാണൂല. ഞാൻ പല വയലന്റ് മൂവീസും കണ്ടിട്ടുണ്ട്, പക്ഷേ അതാണ് എന്റെ ടോപ്പ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ആദം ചാപ്ലിൻ എന്ന സിനിമയിലെ വയലന്റ് രംഗങ്ങൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഗ്രോട്ടസ്കു ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടൂല. ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ വയലന്റ് മൂവി എന്നറിയപ്പെടുന്ന ആദം ചാപ്ലിന്റെ ഒരു ബേസിക് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. സാത്താൻ അല്ലെങ്കിൽ ചെകുത്താനെയൊക്കെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. കാണുമ്പോൾ തന്നെ ഒരുമാതിരി വിയേർഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണത്. ഈ പറയുന്ന ആൾക്കാർ ഒരു സ്ത്രീയെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊല്ലും. അതൊക്കെ ഈ ഒരു സിനിമയിൽ നല്ല പച്ചയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇവര് കത്തിച്ചു കളഞ്ഞ സ്ത്രീക്ക് ഒരു കാമുകനുണ്ട്. ആ കാമുകനാണ് ഈ സിനിമയിലെ നമ്മുടെ കഥാനായകൻ എന്നൊന്നും പറയാൻ പറ്റൂല, കാരണം ഒരു വിധത്തിൽ ചിന്തിക്കുവാണെങ്കിൽ അതും ഒരു വില്ലൻ തന്നെയാണ്. തന്റെ കാമുകി മരിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. പക്ഷേ അഴിമതിക്കാരായ പോലീസുകാരുടെ മുന്നിൽ കഥാനായകന്റെ വാക്കിന് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു ചെകുത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സാധനത്തിനെ കഥാനായകൻ വിളിച്ചു വരുത്തും. തന്റെ കാമുകിയെ കൊന്നവരോടുള്ള പ്രതികാരം അവിടെ
അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒരു ചോരക്കളി എന്നൊക്കെ പറയുന്നതാണ് ശരി. ആ ഒരു ചെകുത്താൻ വന്നതിന് ശേഷം കഥാനായകന് അമാനുഷികമായ ശക്തികളൊക്കെ കിട്ടും. ഓരോരുത്തരെയും, അതായത് പോലീസുകാരെ ഉൾപ്പെടെ അമ്മാതിരി ബ്രൂട്ടലായിട്ടായിരിക്കും കൊല്ലുക. അതൊന്നും ഒരിക്കലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറ്റൂല. നമ്മൾ ഈ ടെറിഫർ ഫിലിം ഫ്രാഞ്ചൈസിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്. ഒരുമാതിരി എല്ലും തോലും മാത്രമായ രീതിയിൽ പോലും അവർക്ക് ചെറിയ ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. അതേപോലെ ഒരു മാരകമായൊരു കാര്യം ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. വയലൻസ്, അതേപോലെ തന്നെ സിനിമയുടെ സ്റ്റോറി, ഇത് രണ്ടും നമുക്ക് അവിടെ മാറ്റിവെക്കാം. ഓവറോൾ പടം മേക്ക് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റൈല് പക്കാ വിയേർഡാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന അർത്ഥം. കഥാനായകനാണെങ്കിലും അയാളെ ഒരു വില്ലനെ പോലെ ആയിരിക്കും തുടക്കത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പം ആ ഒരു കഥാപാത്രത്തോട് നമുക്കൊരു ഇഷ്ടം തോന്നൂലേ? അങ്ങനെ ഒരു ഇഷ്ടം ഈ സിനിമയിലെ ഹീറോനോട് നമുക്ക് തോന്നൂല. പകരം ഒരുമാതിരി പേടിയായിരിക്കും നമുക്ക് തോന്നുക. കംപ്ലീറ്റ്ലി ഒരു സാത്താനിക് റിലേറ്റഡ് സിനിമയാണിത്. അതായത് ഈ തലകുത്തനെയുള്ള കുരിശില്ലേ, ഈ ചെകുത്താനെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ, കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിനിമയാണിത്. സിനിമ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു സാത്താനിക് ഭീകരത നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പൊതുവേ കാണുന്ന പോലത്തെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. നമ്മളെ മെന്റലി ഒരുമാതിരി കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ആ ഒരു പടം കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമ എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തണം എന്നില്ല. കാരണം വയലൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മറ്റ് സിനിമകളെ പോലെ അത്ര ഭയങ്കരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനെ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വയലന്റ് മൂവി എന്ന് പറയുന്നത്? ഇതിലും ഭയങ്കര വയലൻസ് എല്ലാം കാണിക്കുന്ന എത്ര സിനിമകളുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കമന്റ് വായിച്ചിട്ട് അതിൽ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ചില ആളുകൾ ഈ ഒരു പടം കണ്ടാൽ ചിലപ്പോൾ ട്രോമയായി പോകും. IMDbയിൽ 5.4 ആണ് ഈ സിനിമയുടെ റേറ്റിംഗ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഒരു റൂമർ ഉണ്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിയൽ ആയിട്ട് ഒരാളെ കൊന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് ജസ്റ്റ് ഒരു റൂമർ ആണെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി എടുത്തു പറയാണ്, 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ പോലും ഈ ഒരു പടം കാണാൻ പാടില്ല. പിന്നെ 18 വയസ്സ് കഴിഞ്ഞവരായാലും മനക്കെട്ടിയില്ലെങ്കിൽ ഈ ഒരു പടം കാണാൻ വേണ്ടി നിൽക്കരുത്. എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് പണി വാങ്ങാൻ നിൽക്കുന്നത്? ഒരു സത്യം തുറന്നു പറയാല, അനക്ക് വരെ ഈ ഒരു വയലന്റ് മൂവീസ് മാത്രം കണ്ട് മടുത്തു തുടങ്ങി. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയുള്ള പടങ്ങൾക്ക് ഞാനൊരു ബ്രേക്ക് കൊടുക്കുമെന്ന്. ഇനി കുറച്ച് നാളത്തേക്ക് പഴയ ചില മലയാളം പടങ്ങളെല്ലാം കാണണം. അതൊക്കെ കണ്ടു കഴിയുമ്പം കിട്ടുന്ന ആ ഒരു സമാധാനം വേറെ ഏതൊരു ഹോളിവുഡ് സിനിമ കണ്ടാലും കിട്ടൂല. ഉദാഹരണത്തിന് ഭരതൻ എഫക്റ്റ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും അത് അധികം താമസിക്കാണ്ട് ഞാൻ ചെയ്യും. ഇത് കണ്ടോ, ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കായിരുന്നു, ഇപ്പൊ താഴെ വീണു. ഇപ്പൊ താഴെ വീണേയുള്ളൂ. നിക്ക് ഇവിടെ പറയട്ടെ. ഇത് കണ്ടോ, കണ്ടു. ഈ സാധനം ഇങ്ങനെ പറയാം. ഏതായാലും ആദം ചാപ്ലിൻ എന്ന ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ, ഈ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോട്ടസ്കു എന്ന സിനിമയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുവരേക്കും ടാറ്റ. ലവ് യു.